ഭീതി പടർത്തി നിപ. സമ്പർക്ക പട്ടികയിൽ 22 പേർ. ആവശ്യമെങ്കിൽ കണ്ടെയ്ൻമെന്റ് സോണാക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപൂനന്ദിലെ ജിമാർട്ടിനൊപ്പം. ഫറോക്ക് സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചതിന് പിന്നാലെ സമ്പർക്ക പട്ടിക പുറത്തുവിട്ട് ആരോഗ്യവകുപ്പ്. വീട്ടുകാരും അയൽവാസികളും തിരഞ്ഞെടുക്കപ്പെട്ട 22 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ RRT സംഘങ്ങളെ സജ്ജമാക്കുകയും ചെയ്തു. സംസ്ഥാന തലത്തിലുള്ള നിർദ്ദേശമനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുമുണ്ട്. 22 പേരിൽ 9 പേർ വീട്ടുകാരും അടുത്തുള്ള വീട്ടിലെ ആളുകളുമാണ്. സംസ്ഥാന തലത്തിലുള്ള നിർദ്ദേശം വന്നാൽ ഈ ഭാഗം ആവശ്യമെങ്കിൽ കണ്ടെയ്ൻമെന്റ് സോണാക്കാനും തീരുമാനമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രാഥമിക പരിശോധനയിലാണ് യുവാവിന് രോഗം സ്ഥിരീകരിച്ചത്. ഒരാഴ്ച മുൻപ് കടുത്ത പനിയിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ആരോഗ്യനില വഷളാവുകയുമായിരുന്നു. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നിപ ബാധിച്ച് രോഗിയെ പ്രവേശിപ്പിച്ചതോടെ മെഡിക്കൽ കോളേജിലെ പേവാർഡ് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായാണ് സൂപ്രണ്ടിന്റെ നിർദ്ദേശത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ പകരാൻ സാധ്യതയുള്ള ഒരു ജന്തുജന്യ വൈറസ് രോഗമാണ് നിപ. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ ഉമിനീരോ മൂത്രമോ കലർന്ന പാനീയങ്ങളിലൂടെയോ വവ്വാൽ കടിച്ച പഴങ്ങളിലൂടെയോ രോഗം മനുഷ്യരിലേക്ക് പകരാം. പനിയോടൊപ്പം ശരീരവേദന, തലവേദന, ശ്വാസതടസ്സം, ഛർദി, ബോധക്ഷയം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് 4 മുതൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാമെന്നും രോഗികളുമായി അടുത്തിടപഴകുന്നവർ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ കർശനമായി പാലിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. അതേസമയം കോഴിക്കോട് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ 40 വയസ്സുകാരന് രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ബുധനാഴ്ച സംസ്ഥാനത്ത് പുതിയ നിപ വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തത്. രോഗബാധ കണ്ടെത്തിയതിനെ തുടർന്ന് ആരോഗ്യ അധികൃതർ മുൻകരുതലുകൾ നടപടികൾ ആരംഭിച്ചിരിക്കുകയും സമ്പർക്ക പട്ടിക തയ്യാറാക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. രോഗി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലാണ്. ആദ്യ പരിശോധനയിൽ നിപ വൈറസ് പോസിറ്റീവായതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ വൈറോളജി ലബോറട്ടറിയിൽ നിന്നുള്ള സ്ഥിരീകരണം ഇപ്പോഴും ലഭ്യമായിട്ടില്ല. സ്ഥിരീകരണ ഫലം വരാനിരിക്കുന്നതേയുള്ളൂ എങ്കിലും അണുബാധ പടരാൻ സാധ്യതയുള്ളത് തടയുന്നതിനായി കണ്ടെയ്ൻമെന്റ് പ്രോട്ടോകോളുകൾ ഉടനടി നടപ്പിലാക്കാൻ സംസ്ഥാന ആരോഗ്യ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയായിരുന്നു. പ്രധാനമായും പഴംതീനി വവ്വാലുകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുകയും അടുത്ത മനുഷ്യ സമ്പർക്കത്തിലൂടെ പടരുകയും ചെയ്യുന്ന നിപ വൈറസിന് ഉയർന്ന മരണനിരക്കാണുള്ളത്. ഇതിന് അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ നിലവിലില്ല. കേരളത്തിൽ 2018, 19, 2021, 2023 വർഷങ്ങളിൽ നിപ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഭൂരിഭാഗം കേസുകളും കോഴിക്കോട് ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തത്. 2018നും 2023നും ഇടയിലുണ്ടായ 4 തവണകളിലായി കേരളത്തിൽ 31 നിപ കേസുകളും 24 മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻപത്തെ രോഗബാധകളെ തുടർന്ന് ശക്തമായ നിരീക്ഷണ പ്രതികരണ സംവിധാനം സംസ്ഥാനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല തിരുവനന്തപുരത്ത് 3 കുട്ടികൾക്ക് ഷിഗല്ലയും സ്ഥിരീകരിച്ചു. തോന്നയ്ക്കൽ, പുത്തൻതോപ്പ്, ചാക്ക എന്നിവിടങ്ങളിലായാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. രോഗവ്യാപനം തടയാനും രോഗപകർച്ചയുടെ ഉറവിടം കണ്ടെത്താനും നടപടികൾ ആരംഭിച്ചു. പകർച്ചവ്യാധി ഭീതിയിലാണ് കേരളം. വയനാട്ടിലും കൊല്ലത്തിനും പുറമെയാണ് തലസ്ഥാന നഗരിയിലും ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വയനാട് കോളിയോടി മാർ ബസേലി സ്കൂളിൽ ഒരു കുട്ടിക്ക് കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ രോഗം ബാധിച്ച കുട്ടികളുടെ എണ്ണം 9ആയി. 7 സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇനിയും വരാനുണ്ട്. കൊല്ലം ജില്ലയിലെ പരവൂർ പാലത്തറ മേഖലയിലെ 2 വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോടും ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.